ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു സീർ ഫിഷിൻ്റെ ഫ്രൈ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് വേണ്ടത് നല്ല കഴുകി വൃത്തിയാക്കിയ സീർ ഫിഷാണ്. നെക്സ്റ്റ് അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ആവശ്യത്തിനുള്ള മുളക് പൊടി ആഡ് ചെയ്യാം. സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഒരു വലിയ സവാള ഒന്ന് പീസാക്കി ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മസാല ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കോക്കനട്ട് ഓയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. കോക്കനട്ട് ഓയിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കയ്യിലൂടെ ആക്കുന്നത് നന്നായിരിക്കും കേട്ടോ. നമ്മുടെ കയ്യിലിങ്ങനെ നമ്മളിതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യുകയാണ് അടുത്ത പ്രോസസ്സ്. അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കോക്കനട്ട് ഓയിൽ കുറച്ച് കയ്യിൽ ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈയൊന്നും എരിയില്ല. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സമയമെടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാല എല്ലാം ഈ സീർ ഫിഷിൽ പിടിച്ചൊന്ന് ഉറപ്പ് വരുത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള സീർ ഫിഷ് ഫ്രൈ കിട്ടത്തുള്ളൂ. നമുക്കിനി ഒരു 10-15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ശേഷം ഒരു പാനിലേക്ക് കോക്കനട്ട് ഓയിൽ എടുക്കുക. അതിലേക്ക് ഈ ഫിഷിൻ്റെ ഓരോ പീസും നമ്മുടെ സവാളയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഫിഷ് ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയ ശേഷം നമുക്ക് മറിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത്തിരി കുരുമുളക് പൊടി കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അത് വീഡിയോയിൽ വന്നിട്ടില്ല. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. കുരുമുളകും മസാലയും മുളകും എല്ലാത്തിൻ്റെയും കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം അടിപൊളിയായിട്ടുള്ള നമ്മുടെ ടേസ്റ്റി ആൻഡ് ക്രിസ്പി സീർ ഫിഷ് ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുക. ആ ഉള്ളിയുടെയും മസാലയുടെ എല്ലാം ഒരു നല്ല സ്മെല്ല് എനിക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. പിന്നെ ഞാനിങ്ങനെയാണ് ഫ്രൈ ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ നമ്മുടെ സീർ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സീർ ഫിഷ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ നെയ്മീൻ ചുരയാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയൊരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ, ബൈ ബൈ.